2009 മുമ്പ് മർക്കസിൽ പോയിട്ട് വെള്ളം കുടിച്ച കുറച്ചാളുകൾ എഴുന്നേറ്റ് കെട്ടെ ഞാൻ നോക്കട്ടുണ്ടോ ഇല്ല. ഒരുപാട് ആൾ എല്ലാവരും എനിക്കണ്ട ഇരുന്നു. ഈ സദസ്സിൽ തന്നെ ആയിരക്കണക്കിന് ആളുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒരു കെട്ടുമുടി കണ്ടിനോ അവിടെ? എത്ര മുടിയാ കണ്ടത്? 2 മുടി കഷ്ണമാണ് കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ 2009 പ്രസംഗിക്കുന്ന മർക്കസിൽ ഒരു കെട്ടുമുടിയുണ്ട്. അതേ കൂട്ടർ ഇപ്പോഴും ആ പണ്ട പഠിച്ച തന്നെ പറയുന്നത് അവിടെ ഒരു കെട്ടുമുടിയുണ്ട്. കേട്ടോ? ഇപ്പൊ പറച്ചിലൊന്ന് മാറ്റി. ഇപ്പൊ ഒരു കെട്ടുമുടി ഹസ്റജീന്റെ പുരക്കുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെന്ന് നോക്കൂലേ? പക്ഷെ 2009 ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടരാണിത്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവരൊരു ഹാല്, ഒരു വലിയൊരു മെഡിക്കൽ കോളേജ്, ലേബർ റൂമിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നത്. അങ്ങനെ നോക്കും, 10-100 സ്ത്രീകളുണ്ട് പ്രസവിക്കാൻ കയറ്റി. അപ്പൊ അവസാനം വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണോ നിർബന്ധം, എന്നാ ചെയ്തോളൂ, ഇതിന് ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടീനെ കൊണ്ടുവന്നപ്പോ ഇയാള് ഒരു SKSF പ്രവർത്തനോ മറ്റോ ആയിരിക്കാം. ഇയാള് ചോദിക്കുന്നത്, എന്റെ ഭാര്യ എവിടെ? ഭാര്യ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോധം കെട്ടിച്ചാളുള്ളത്. അപ്പൊ ഇയാളെ ചോദ്യം, ഇതെന്റെ കുട്ടി എന്നാന്നുള്ള എന്താ തെളിവ്? സിസ്റ്ററോടാ. അപ്പോ ഈ പ്രസവിച്ച പെണ്ണ് ബോധമൊക്കെ തെളിഞ്ഞതിന്റെ ശേഷം ഇത് നമ്മളെ കുഞ്ഞെന്ന്. അപ്പൊ ഇയാളെ ചോദ്യം, ഈ കുട്ടി എന്റേതാണെന്ന് എന്താ തെളിവ്? അപ്പൊ ഇതാ എന്റെ അടുത്തുള്ള കുട്ടി, ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നില്ലേന്ന് ഈ പാവപ്പെട്ട പെണ്ണ് പറയാണേ. അപ്പൊ ഇയാളെ ചോദ്യം, 10-100 കുട്ടികളില്ലേന്ന് അതിന്റെ ഉള്ളില്? എവിടെ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? നീ ബോധം കെട്ട സമയല്ലേ? അതുകൊണ്ട് ഇക്കുട്ടി എന്റെ ആണെന്നുള്ള എന്താ തെളിവ്? ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കൂരിയാക്കാരന്റെ ആയത്ത്. അതായത് ഖണ്ഡിതമായ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ കുട്ടി എന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നുള്ളതിൽ തെളിവെന്താണ്? എന്താ ചെയ്യാ? നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ നമ്മക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലേ പിന്നെ SSFകാരനാകേണ്ടി വരും. ഇങ്ങനെ വല്ല കുട്ടിയെയും ആരെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവന്റെ ന്യായം എന്താ? അവിടെ ഒരുപാട് കുട്ടികളില്ലേ? കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഇക്കുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാവും. ഇക്കുട്ടി നിന്റേതാണോ എന്നാ നോക്കണ്ട. ഞാനിത് പറഞ്ഞു വരുന്നത്, അബൂദാബി കുറെ മുടിയുണ്ട് ഇപ്പൊ പറയും. ഇനിയിപ്പോ എന്താ? നമ്മക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെയുള്ള എല്ലാ മുടിയും നഷ്ടപ്പെട്ടിക്കളയാം, അല്ലെങ്കിൽ ആരും ഇനി മുടിയില്ലാതെ. അങ്ങനെയാണ് നമ്മക്ക് തന്നതിനെ പറ്റി ആ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ? അതിന്റെ ആൾക്കാരോട് ചോദിക്കും. ഇവിടെ നമുക്ക് തന്ന മുടി, അതിന്റെ നീളം എത്ര, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്ത്. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, ഒക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടി കഷ്ണമുണ്ട്. 2 ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചു, 1 അഹമ്മദ് ഖസർജിയിൽ നിന്ന് ലഭിച്ചു. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആർക്കൊണ്ടല്ലേ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ കൊണ്ട തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതും. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? 2 പെണ്ണില്ല, 2 ആണില്ലാതെ? എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ടൊരു അതിരുന്നായി പറഞ്ഞതിനപ്പുറം സംശയിക്കുന്നതിനും ഉണ്ടൊരു അതിരുന്ന്. എല്ലാറ്റിനും സംശയിക്കല. ഒരു മൊയ്ലിയാർക്ക് സംശയം. എന്താ സംശയം? ഞാൻ ഇമാമായിട്ട് ജുമാക്ക് നിയത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആരും എന്നെ തുടർന്നിട്ടില്ലെങ്കിലോ? ഒരു മൊയ്ലിയാറെ സംശയമാണ്. കാരണം ഞാൻ ഇമാമായിട്ട് കരുതുകയും ചെയ്തു, ആരും ഒട്ട് തുടർന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഒരു മൊയ്ലിയാറെ സംശയം. മൗമൂമിയൊക്കെ ഒരു സംശയം, നമ്മളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾ എണീറ്റ് പോയെങ്കിലോ? വേറൊരു സംശയം. പറമ്പ് റൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംശയം.